ദിവസമായിരിക്കും. അടുത്ത ദിവസം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അടുത്ത ദിവസം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇന്നും മഴയുണ്ട്, പക്ഷെ മഴയൊക്കെ കഴിഞ്ഞു, ഒന്ന് ഫ്രഷ് ആയിരിക്കുകയാണ്. സോ നമുക്കിന്ന് പോയി നോക്കാം. ഇന്നലത്തെ പ്ലാനൊക്കെ കംപ്ലീറ്റ് പാളി. ഇന്നലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു ചെറിയ വാക്കിനൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. ആദ്യം നമ്മള് റാത്തൽ സെന്റർക്ക് പോകാനുണ്ട്. ആദ്യം നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. എന്നിട്ട് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിടും. അപ്പൊ നമ്മൾ ആദ്യം റാത്ത് ഹൗസിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ മെയിൻ സെന്റർ. അങ്ങനെ നമ്മൾ റാത്ത് ഹൗസ് എത്തി. നമുക്ക് കുറച്ച് സംഭവങ്ങൾ ആവശ്യമുണ്ട്, അത് ഇവിടെ കിട്ടോ ഇല്ലേ നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ഒരു €1 എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. €2 €3 ഒക്കെ ഉള്ളിൽ സാധനങ്ങൾ. യൂറോ ഷോപ്പ്. €1 ഷോപ്പ് അല്ലേ? യൂറോ ഷോപ്പ്. അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയാൽ നമുക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അധികം കുറെ സാധനങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ ഓഫറിൽ ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ വന്നോണ്ടിരിക്കും. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആവശ്യമായ സാധനങ്ങളും ഉണ്ടോ നോക്കാം. വാച്ച് കൊണ്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വലിയ ക്ലോക്കുകൾ ഉണ്ട് എല്ലായിടത്തും. അത് എല്ലായിടത്തും ഇല്ലല്ലോ. നമ്മുടെ സ്ഥിരം പിസ്സ കഴിക്കാൻ പോവാണ്. നമ്മളെപ്പോഴും ഇവിടെ വരുമ്പോൾ ഡിഷ് കയറിയിട്ട് ഈ പിസ്സ കഴിക്കുന്നുണ്ട്. ലാസ്റ്റ് 2 പീസേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്ഥിരം പിസ്സ. എന്താ എഴുതിയിട്ടുള്ളത്? keine Pizza ist auch keine Lösung. Pizza. Mushroom and spinach. ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. എത്ര €1 അല്ലേ? ഇതിനെല്ലാത്തിനും €10 താഴെയാണ് ഇവിടെ എല്ലാ പ്രൈസും. അങ്ങനെ നമ്മൾ യൂറോ ഷോപ്പിൽ നിന്ന് കട്ടിംഗ് മാറ്റ് മാത്രം വാങ്ങി ഇറങ്ങിയിട്ടാണ്. കട്ടിംഗ് മാറ്റ് നമ്മൾ ഔട്ട്ഡോറിന് വേണ്ടിയിട്ട് വാങ്ങിയാണ്. നമ്മളിങ്ങനെ ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നമ്മളെവിടെ പോണ്? നമ്മൾ പെക്കോലോട്ട് പോകണം. ചെറിയ കത്തി വേണം. അത് ഒരു വലിയ കത്തി വിത്ത് കവർ വേണം. ഒരു വലിയ കത്തി വിത്ത് കവറായിരിക്കും നല്ലത്. ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന സാധനം. ഓയിൽ സ്പ്രേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു കത്തി മാത്രം വാങ്ങിയില്ലേ? ഭയങ്കര വില കൂടിയ സാധനങ്ങൾ. നമ്മൾ 2 പോപ്കോൺ എടുത്തിട്ടുണ്ട് നമുക്ക് മൂവി നൈറ്റിന് വേണ്ടിയിട്ട്. കോഫി അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളിനി ഇപ്പോൾ 8 മണിയായി, നേരെ പോവാണ്. ഇനി നമ്മൾ ഇറങ്ങി ലേറ്റായി, ഇരുടായി, തിരിച്ചു വരാമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. നല്ല മഴയാണ്. ഒരാളെ മഴയും കൊണ്ട് വരണം. നല്ല മഴയാണ്. ഇപ്പൊ ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഭയങ്കര പെട്ടെന്ന് മഴ പെയ്യും. റെയിൻകോട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ മഴ കഴിഞ്ഞ് നമുക്ക് അവിടെ വരെ എത്താം. ഇറങ്ങുമ്പോൾ ഭയങ്കര ക്ലിയർ സ്കൈയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ല ഇപ്പൊ മഴ പെയ്യുന്നത്. നമ്മൾ വീണ്ടും എത്തി. കഴിഞ്ഞ ദിവസം മഴയൊക്കെ കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ലേറ്റായി നമ്മൾ തിരിച്ചു പോകാനും ചെയ്ത്. സോ ഇന്ന് നമ്മൾ വീണ്ടും പുറത്തുനിന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. ഇന്ന് ഭയങ്കര വെയിലാണ്. നമ്മൾ തിരിച്ചു പോയാലോ? ഇന്ന് നല്ല വെയിലാണ്, അതുകൊണ്ട് നല്ല ദിവസം. നല്ല വെയിലല്ലേ, പക്ഷെ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും കുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് എല്ലാം അൺപാക്ക് ചെയ്യാം. ഫസ്റ്റ് ഹെൽപ്പ് വേണോ? ഒടുക്കത്തെ വെയിലാണല്ലോ. സമയം പക്ഷെ ഇപ്പൊ 8 മണി ആവാറായിട്ടോ. എന്നിട്ടാണ് ഈ വെയില്. ഇത് ഉടനെ തന്നെ പോവും. ഇനിയിപ്പോ ഒരു 9 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ ഒറ്റ ഇരുട്ടാവലായിരിക്കും. പെട്ടെന്നായിരിക്കും ഇരുട്ടാവുക. ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നത് ഭയങ്കര കോമഡിയാ. നമ്മുടെ സ്വിച്ച് ഇട്ട് ഓഫ് ചെയ്യണ പോലെ ഒറ്റ പോക്ക്. അതെ, ഒരൊറ്റ പോക്കായിരിക്കും. അപ്പൊ ആ പോണിന് മുന്നേ നമുക്ക് വേഗം കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പോവാം.
സോ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് പ്ലേസ്. ഇവിടെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ലേക്കാണ്. ഇവിടെ പലരും ഫിഷിങ്ങിനായിട്ടും അങ്ങനെ പല ആക്ടിവിറ്റീസിനും വരുന്നുണ്ട്. അവിടെ ഞങ്ങൾ കണ്ടു, അവിടെ ഫിഷിങ്, പിന്നെ അതുപോലെ ഇതിന്റെ സൈഡിലൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവിടെ ഓൾറെഡി. അത് ഇതുപോലെ തന്നെ ഒരു സ്പോട്ടാണ്. അതെ, അപ്പൊ നമുക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം, കാരണം നമുക്ക് ഇനി അധികം സമയമല്ല. നമുക്ക് ആദ്യം സ്റ്റൗ വെക്കാനുള്ള ഒരു സ്പോട്ട് വേണം. നമ്മുടെ സ്ഥിരം സ്പോട്ട് ഇവിടെ ഇവിടെ വെക്കാം. ഇവിടെ കുറച്ചും കൂടെ റിവറിലോട്ട് അടുത്തായില്ല. നമ്മൾ ഇന്നെന്താ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മൾ ഇന്ന് കുക്ക് ചെയ്യണ എന്താ സർപ്രൈസ് ആണ്, ഇപ്പൊ പറയില്ല. അത് കുക്ക് ചെയ്യുമ്പോ കണ്ടാ മതിയല്ലോ എല്ലാരും. ഇന്ന് നമ്മളിതൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. ഞങ്ങൾ അന്ന് വന്നപ്പോ ഇവിടെ ഭയങ്കര വൃത്തിയായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ സെറ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിൾ സെറ്റപ്പാണ്, ഒന്നുമില്ല കാര്യമായിട്ട്. ബ്യൂട്ടൻ ഗ്യാസ്, സിമ്പിൾ സ്റ്റൗ, അത്രേ ഉള്ളൂ. സോ ഇതാണ് ഞങ്ങളുടെ സ്റ്റൗ. നല്ല വെയിലാണല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് പാസ്ത, വൈറ്റ് പാസ്ത. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടി തുടങ്ങിയാലോ. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ പാസ്ത ഉണ്ടാക്കും. പാസ്ത ഉണ്ടാക്കാനുള്ള കുക്ക് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, ഐ മേഡ് ദ റിംഗ്. ഇങ്ങനെയുണ്ട് എന്റെ പുതിയ റിംഗ്. കുക്കിന്റെ കയ്യിലോട്ട് ഈ സ്ഥലം കൈമാറേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സംഭവമൊക്കെ സെറ്റ് ആക്കി കൊടുക്കട്ടെ. ലേറ്റ് ആകണം, നമുക്ക് പരിപാടി തുടങ്ങാം. സംഭവം സെറ്റ് ആക്കി തരാം. ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, പാസ്ത. ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് ഓർഗനൈസർ. ഇതിലാണ് നമ്മളെല്ലാം ക്യാരി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ എക്വിപ്മെന്റ്. അൺബോക്സ് ചെയ്ത് കാണിച്ചത്. ഭയങ്കര കോമ്പാക്റ്റ് ആണ്. ചെറിയൊരു മിനി മിസ്റ്റർ ബട്ട്ലറാണ് നമ്മൾ. ഇതിന്റെ ടോപ്പ്, ചായപാത്രം, വലിയൊരു സോസ് പാൻ, നല്ലൊരു ഫ്രൈങ് പാൻ. ഇതുപോലെ ആക്കാൻ പറ്റും. തീർന്നില്ല, ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ചായ കുടിക്കാനുള്ള 2 കപ്പ്, സ്പൂണ്, ഫോർക്ക്, മിനി മിസ്റ്റർ ബട്ട്ലർ സെറ്റപ്പ് തന്നെയാണ്. ആവശ്യമായിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇപ്പം നമ്മുടെ സ്റ്റവ് കത്തി, നമ്മൾ പാന് വെക്കാം. പാസ്ത കുക്ക് ആയിട്ടുണ്ട്. നമ്മുടെ പാസ്ത റെഡി ആയിട്ടില്ല, ഇനി സോസും കൂടി ഉണ്ടാക്കാനുണ്ട്. രാത്രിയാവോ? രാത്രിയാവില്ല. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്യാം. ഓക്കേ. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് അരിയണം. വീട്ടിൽ നിന്ന് അരിഞ്ഞ് കൊണ്ടുവന്നാൽ മതി. വീട്ടിൽ നിന്ന് അതേമാതിരി കൊണ്ടുവന്നാൽ നമുക്ക് കട്ട് ചെയ്യണം. സോ നമ്മുടെ പ്രൊഫഷണൽ ഷെഫ് അമിന അറ്റ് വർക്ക്. എവിടെ ഞാൻ ഇവിടെ കത്തി വെച്ചേ. നമുക്ക് അരിയലോടങ്ങാം. വേസ്റ്റ് ഇടാൻ മാത്രം ഉണ്ടല്ലോ അതിനകത്തിടാം. ഉണ്ടാക്കി അല്ലേ? ഞാൻ കട്ട് ചെയ്യണോ? അപ്പൊ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഇതാദ്യം സോട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ പാൻ വെച്ചിട്ട് സോട്ട് ചെയ്യാം.
ചിലര് വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടു, വെറുതെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്താ പോരെ, എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? ഒരു ഫീല് വേറെയാണ്. വീടിന്റെ ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്യണ കാട്ടിലും എനിക്ക് പുറത്തുനിന്ന് കുക്ക് ചെയ്യാനാ ഇഷ്ടം. രസാണ്, ഇതൊക്കെ രസല്ലേ? ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളത് കഴിക്കുമ്പോ തന്നെ വേറൊരു ഫീലാണ്. അതും നമ്മൾ കഴിക്കുമ്പോ നല്ല വ്യൂവും കിട്ടും ഇതുപോലെ. അപ്പൊ നമുക്ക് ഈ പാസ്ത ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം, കാരണം നമുക്ക് ഇതില് ഇനി സോസ് ഉണ്ടാക്കണം. വേഗം ഉണ്ടാക്കാം, മഴ പെയ്യാനുള്ള ചാൻസ് വളരെ. പണി പാളാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്തോന്നൊരു സംശയം. പാത്രക്ക് വെറുതെ ഫ്രൈ ആവുന്നുണ്ട്, മഴ കഴിഞ്ഞിട്ട് തോന്നുന്നു. ഇല്ല നമ്മളിത് എന്തായാലും കുക്ക് ചെയ്തിട്ടേ പോളൂ. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. സണ്ണൊക്കെ സെറ്റായി കേട്ടോ. ഇതൊരു പ്രോപ്പർ ക്യാമ്പിംഗ് പ്ലേസ് ഒന്നും അല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. ഇവിടെ ഒന്നുമില്ല, പറമ്പിൽ ഞങ്ങൾ കുക്ക് ചെയ്യാണ്. വെജിറ്റബിൾസ് ഇടാം. നമ്മൾ സോസൊക്കെ റെഡിയായി. നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. അത് ലോക്ക് ചെയ്യാണ്ട സെറ്റപ്പ് ഉണ്ട്. ഇത് ഇങ്ങോട്ടാക്കി വെച്ചാൽ മതി. ഫുൾ എൻഡിലോട്ടാക്ക്. യെസ്, നമ്മുടെ പാസ്ത റെഡിയായി. ഈ വെജിറ്റബിൾസിന്റെ കൂടെ ചിക്കന് അല്ലെങ്കിൽ മഷ്റൂം, ചെമ്മീൻ ഇതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പാസ്ത നമ്മുടെ പാസ്ത റെഡി. ഇപ്പൊ സമയം രാത്രി 9:40. സൂര്യൻ അസ്തമിക്കുന്നതേ ഉള്ളൂ. ഇന്നാണ് ഇവിടെ സമ്മറിൽ ഏറ്റവും ലോങ്സ്റ്റ് ഡേ. ഇനി നാളെ മുതൽ എല്ലാ ദിവസവും ഇങ്ങനെ സമയം കുറഞ്ഞു. അപ്പൊ നമ്മളെ ചായ റെഡിയായി, പാസ്ത റെഡിയായി. ഇനി നമുക്കിത് കഴിക്കാം. ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ട്, കുറേ നേരമായി.